ഒട്ടും പൈസ ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിനോട് മാച്ച് ചെയ്യാൻ വേണ്ടി കാറ് വാങ്ങിച്ച കഥയും പിന്നെ EMI അടയ്ക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ട ഒരു കഥയും പണ്ട് പറഞ്ഞത് വളരെയധികം ഓർമ്മയിലുണ്ട്. അത് ആദ്യം ഇനീഷ്യൽ പൈസ അടയ്ക്കാൻ പറ്റി, പിന്നെ ഓരോ EMIയും പല സ്ഥലത്ത് നിന്ന് കടം മേടിച്ച് ആ കടം പെരുകി 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 രാത്രി ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന പത്മകുമാറിനെ വിവരിക്കുന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ, അതായത് നമ്മൾ നോക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കൊമേഴ്ഷ്യൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോലും അത്യാവശ്യം പേരെടുത്തിട്ടുള്ള ഒരു സംവിധായകൻ ഇവിടെ നിന്നിട്ട് തനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നെന്ന് തുറന്നു പറയുന്നതിന് ഒരു സത്യസന്ധതയുണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഭാര്യ ഒപ്പം നിർത്തിയിട്ട് പറയുകയാണ് ഞങ്ങളുടെ ബന്ധം ഡിവോഴ്സിൻ്റെ വെർജിൽ വരെ എത്തിയിരുന്നു, ഞങ്ങൾ ഒരുപാട് തല്ലിപ്പിരിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ പിന്നീട് ആളുകൾ പറയാറുണ്ട്. ഇത്രയൊക്കെ വ്യക്തിജീവിതം തുറന്നു പറയേണ്ടതില്ല, അങ്ങനെ ആളുകൾ പറയാറുണ്ട്. പിന്നെ എത്രയോ സുഹൃത്തുക്കളും എൻ്റെ അഭ്യുദയകാംക്ഷികളും പറയുന്നുണ്ട്, പത്മകുമാർ എന്തിനാണ് ഈ ജീവിതം തുറന്നു പറയുന്നത്, അതൊക്കെ മോശമല്ലേ. ആർക്കാണ് മോശം ഇത്? ഈ ലോകത്ത് നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് മടങ്ങി പോകുമ്പം എന്തൊക്കെ നേടിയാലും എല്ലാം ഉപേക്ഷിച്ച് പോകണം. ആൾക്കാർ ചെകഞ്ഞെടുക്കുന്നതായിട്ട് നല്ലത്. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ ഭാര്യ വീട്ടിൽ നാട്ടുകാർക്കൊക്കെ ഒരുപാട് അറിയായിരിക്കും ഞാൻ ഒരു ഡൈവോഴ്സിന് പക്കത്താണ്, ഭാര്യയായിട്ട് വഴക്കുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമായിരിക്കും. പക്ഷേ എനിക്കും ഭാര്യയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ യഥാർത്ഥ റീസൺ എന്താണെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് തുറന്നു പറയാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ പല ബ്ലോഗേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്തുകൂടാ. എനിക്ക് പറയേണ്ടത് മറ്റുള്ളവരുടെ പരദൂഷണമല്ല, എനിക്ക് എന്റെ ലൈഫ് കിടക്കുകയാണ്. ഇപ്പൊ ഏത് തിരക്കഥാകൃത്തും ഏത് നോവൽ എഴുതുന്ന ആളും ആദ്യത്തെ നോവലിലേക്ക് ഒന്ന് നമ്മൾ ഒളിഞ്ഞു നോക്കണം, അതിനകത്തൊരു ആത്മാംശം കാണും അല്ലേ. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ആത്മാംശം ഞാൻ എൻ്റെ കഥകളിലൂടെ അല്ല പറയാൻ ശ്രമിച്ചത്, ഞാൻ പച്ചയായിട്ട് പറയാൻ ശ്രമിച്ചതാണ്. അത് കേൾക്കാൻ ആളുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ അത് വൈറലായതൊക്കെ. അപ്പൊ കുട്ടിക്കാലത്ത് എനിക്ക് 5 രൂപ ഐസ് മേടിക്കുന്ന ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛനും ഒക്കെ പൈസ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പട്ടാളക്കാരനായ അച്ഛനെ പൈസ അങ്ങനെ ചിലവാക്കാൻ പാടില്ല, ഐസ് മേടിക്കുക എന്നുള്ളതല്ല, നീ പൈസ തരും അതുകൊണ്ടൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ 5 രൂപ കടം മേടിച്ചിട്ടുണ്ട് ഒരു ചൂരൽ വിൽക്കുന്ന കടയിൽ നിന്ന്. അത് ആ കടം വാങ്ങിയത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങാൻ പഠിക്കുകയാണ് ചെയ്തത്. പക്ഷെ 5 രൂപ മനസ്സറിഞ്ഞ് എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കടക്കാരനാവില്ലായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടക്കാരനാക്കി എന്നെ കൊണ്ടുവന്ന് ലാസ്റ്റ് എനിക്ക് കാർ വേണം, കാരണം അത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് സമൂഹം എന്നെ പഠിപ്പിച്ചു. ഒരു കണ്ടീഷനിങ് ആണ്. ബോക്സ് ഉണ്ടാക്കിയിട്ട് കാർ വേണം, വലിയ വീട് വേണം, എനിക്ക് മേക്കപ്പ് ഉണ്ടായിട്ട് നടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മുടി ഇങ്ങനെ ആയിരിക്കണം. ഞാൻ നിവേദ്യം കഴിഞ്ഞിട്ടൊക്കെ മുടിയൊക്കെ വിഗൊക്കെ വെച്ച് നടന്നു. അപ്പൊ നടക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങണം. ഇതെന്നെ എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ എനിക്ക് കിട്ടിയതാണ്. സൊസൈറ്റി പഠിപ്പിച്ചു ഇതുണ്ടെങ്കിലേ സമൂഹത്തിന് മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കാൻ പറ്റൂ. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പത്മകുമാറിനെ മോൾഡ് ചെയ്തെടുത്തു. കടം വാങ്ങി കാർ വാങ്ങുക, EMIയുടെ കാര്യം പിന്നല്ലേ. EMI വരുന്ന സമയത്ത് കടം വീണ്ടും തരാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർ ജീവിക്കണ്ടേ. ഞാൻ അവിടെ നിന്ന് കടം വാങ്ങി, അങ്ങനെ വാങ്ങി എൻ്റെ സ്വസ്ഥത നശിക്കാൻ തുടങ്ങി. ആലോചിച്ച് വെക്കണം, സമൂഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ മറ്റൊരു തരത്തിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് എൻ്റെ ഉള്ളിലെ ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന പലരും എന്നോട് സ്വകാര്യമായിട്ട് സംസാരിക്കുക പറയാനുണ്ട്, എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, പക്ഷേ ഇതെനിക്ക് നിന്നെപ്പോലും പറയാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു പുറത്തിറങ്ങുക. നിന്റെ മനസ്സിൻ്റെ സുഖവും സന്തോഷമാണ് നിനക്ക് വലുതെങ്കിൽ നീ പുറത്തിറങ്ങിയേ തീരൂ. അല്ല മറ്റുള്ളവരെ കാണിക്കലാണ് നിന്റെ ജീവിതമെങ്കിൽ നീ അവിടെ തന്നെ നീക്കേ. ആ ദുഃഖം നീ അനുഭവിക്കുക. രാവിലെ എണീക്കുമ്പോൾ ദുഃഖം, കിടക്കാൻ നേരം ദുഃഖം, സ്വസ്ഥതയോടൊരു യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു പുസ്തകം വാങ്ങാൻ പറ്റില്ല, തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ അത് എന്നെയായിട്ട് കമ്പയർ ചെയ്യും. അപ്പം അതുകൊണ്ട് നിനക്ക് 2 ഓപ്ഷനാണ്, ഒന്നേ നീ പുറത്ത് ഇറങ്ങുക, അല്ലെങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാനിപ്പോൾ പുറത്ത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി 100 രൂപയുണ്ട് എനിക്ക് ഇന്ന് ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ സുഖമാണ്. സിനിമാ ജീവിതത്തിലേക്ക് കൂടി കുറച്ച് വരികയാണെങ്കിൽ, ഇപ്പൊ സീരിയലിലേക്ക് വന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പാർശ്വവൽക്കരണം ഉണ്ടല്ലോ. അപ്പൊ സീരിയലിലെ ആളാണ് അയാൾ. ഒന്നാമത്തെ കാര്യം അയാളുടെ ഡേറ്റ് കിട്ടില്ല, കാരണം 15 ദിവസം സീരിയലിൽ മുറിച്ചു കൊടുത്തത്. കാരണം രണ്ടാമത് സീരിയലിലെ ആളെ കൊണ്ടുവന്ന് സിനിമയിൽ എത്തിക്കേണ്ടോ എന്നുള്ളൊരു അലിഖിത നിയമം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് പെർസീവ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ തോന്നിയോ? ഈ സീരിയലിന്റെ ഞാനൊരു സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരുന്ന സമയത്ത് അതിൻ്റെ ഒരു ട്രെയിലർ കട്ട് ചെയ്യുന്നു, ഞാനല്ല മറ്റൊരാൾ കട്ട് ചെയ്തപ്പോൾ ഞാനൊന്നും കാണാനിരുന്നതാണ്. അപ്പോൾ ആ സിനിമയിൽ ഒരു സീരിയൽ നടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നടിയുടെ ഫേസ് ഈ പടത്തിൻ്റെ ട്രെയിലർ ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം സീരിയലിലെ നടന്മാരെ എപ്പോഴും സിനിമാക്കാർക്കൊരു പുച്ഛമാണ്. കാരണം അതിൻ്റെ കാര്യം ഫെമിലാരിറ്റി, എപ്പോഴും കണ്ട് മടുത്ത മുഖമാണ്. പിന്നെ സീരിയലുകാർ തന്നെ കുറച്ചൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണലൈസ് ഇല്ല. ഈ പറയുന്ന രാവിലെ എണീറ്റ് വരുമ്പം ഒരുങ്ങിയ അമ്മയും മരുമോളും ഒക്കെ അങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് സീരിയൽ നടന്മാർക്ക് സിനിമയിലേക്കുള്ള വാതിലുകൾ വളരെ കുറച്ചേ തുറക്കത്തുള്ളൂ. അതെനിക്കും പറ്റിയിരുന്നു. നിവേദ്യം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു നടനാകാൻ വേണ്ടി സിനിമ വന്ന ആളല്ല. രോഹി സാറിന് മുമ്പിൽ ഒരു സംവിധാന സഹായിയാകാൻ ചെന്നു, ജയരാജ് സാറിൻ്റെ അടുത്ത് ചെന്നു, ഷാജി സാറിൻ്റെ അടുത്ത് ചെന്നു. ഇവരൊക്കെ എൻ്റെ രൂപമൊക്കെ കണ്ടപ്പം ഒരു വില്ലനാക്കി അല്ലെങ്കിൽ കുട്ടിസ്രാങ്കിലും ഒരു കഥാപാത്രമാക്കി ചേർത്തതാണ്. അതുകൊണ്ട് ഞാൻ നടനാകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്
അഭിനയം അറിയാവുന്ന പണിയാണെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഞാനൊരു സീരിയൽ കമ്മിറ്റ് ചെയ്തതാണ്. ഒരു തമിഴ് തെലുങ്ക് സീരിയലാണ് കമ്മിറ്റ് ചെയ്തത്. ഈ ആ സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ അവസരങ്ങൾ വന്നു. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അത് എൻ്റെ സിനിമയിലേക്കുള്ള വാതിലിടയുകയാണെന്ന്. സിനിമാക്കാർക്ക് തന്നെ വലിയ പുച്ഛമായിരുന്നു ഈ അവാർഡ് കിട്ടുന്നിടം വരെ. അങ്ങനെ വലിയ എൻ്റെ ഒരു അഭിനയ ജീവിതം സിനിമയിൽ നിന്ന് അടഞ്ഞുപോയി. അതാണ് സംഭവിച്ചത്. ഈ ലൈഫ് പാർട്ണർ എപ്പോഴെങ്കിലും ഇനി മറ്റൊരു ഭാഷയിലേക്ക് ഹിന്ദിയിലൊക്കെ അതിന് വലിയ സാധ്യതകളുണ്ടെന്ന് തോന്നിയിട്ട്, കാരണം അതിനൊരു ത്രില്ലർ സ്വഭാവം കൊണ്ടുണ്ടല്ലോ. അതായത് അതിൻ്റെ കഥ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് രണ്ട് പേര്, അതിൽ ഒരാൾ ബൈസെക്ഷലാണ്, ഒരാൾ ഗേ ആണ്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഹാപ്പനിങ് വേണം. അപ്പോൾ അവർക്കൊരു കുട്ടിയെ വേണം. അപ്പോൾ ഗേ ആയിട്ടുള്ള ആൾക്ക് പറ്റില്ല, ബൈസെക്ഷൽ ആൾക്ക് പറ്റും. അപ്പോൾ അയാൾ ഒരു പെൺകുട്ടിയെ മാരി ചെയ്യുന്നു, അപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടാക്കാം, എന്നിട്ട് അത് അനാദിയായ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുന്നു. അതിന് ഒരു ത്രില്ലർ സോണിൻ്റെ സ്വഭാവം കൂടെ ഉണ്ട്. അതിനെ കുറച്ചും കൂടി ഒന്ന് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അതിന് കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് ഈ ഹിന്ദിക്കൊക്കെ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അങ്ങനെ എപ്പോഴെങ്കിലും മറ്റു ഭാഷയിൽ ആലോചിച്ചിട്ടുണ്ട്? അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് വിഷ്ണു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതിന്റെ തുടക്കത്തിൽ തന്നെ ഇവൻ ചെല്ലുന്നുണ്ടെ ഇവളുമായിട്ട് ഇവളെ ബ്ലഡിൽ കുളിച്ച് കിടക്കുമ്പോൾ ഇവളെ എടുത്തുകൊണ്ട് പോകും കാറിൽ കയറുന്ന ഭർത്താവ്, ഇവന്റെ പാർട്ട്ണർ ഓടിച്ചെന്ന് അവനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ഇവൻ ടെറസിൽ മേളിൽ നിന്ന് എടുത്ത് ചാടുകയാണ് കാറിലോട്ട്. അപ്പൊ അങ്ങനെ പക്ക കൊമേഴ്സ്യൽ ഫൈറ്റ് ഉള്ള സിനിമയാണ് ഞാൻ ആദ്യം എഴുതിയത്. പക്ഷേ ഈ പുതിയ ആൾക്കാരെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ അതാണ് പറഞ്ഞത്. എന്നിട്ടാണ് സ്ലോ ഡൗൺ ചെയ്തത്. അത് മറ്റു ഭാഷയിലേക്ക് ചെയ്യാൻ വലിയ വലിയ ആഗ്രഹമുണ്ട് എനിക്കത്. പക്ഷെ എനിക്ക് ഇപ്പൊ അതിനെ അങ്ങനെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. കാരണം മലയാളത്തിലും ഇല്ല, ഹിന്ദിയിലും ഇല്ല, തമിഴിലും ഇല്ലാത്തൊരവസ്ഥ എന്റെ ജീവിതം പെട്ടുപോകും. അപ്പം ചെയ്യുന്ന മലയാളത്തെ കുറിച്ച് നല്ല സിനിമകൾ ചെയ്യണം, അതായത് ജനങ്ങളിലേക്ക് എത്തുന്ന സിനിമകൾ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ആലോചിക്കാം. ഈ ഒരുപാട് കോണ്ടന്റുകളിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ശ്രീ മമ്മൂട്ടി. അദ്ദേഹത്തിനോടുള്ള സൗഹൃദം അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന അത് ഏത് വിധത്തിലാണ്? സത്യത്തില് ഞാനത് പറയാത്തൊരു കാര്യമാണ് വിഷ്ണുവിനോട് ഞാൻ പറയാം. ഞാൻ നിവേദ്യം കഴിഞ്ഞ സമയത്ത് ലൂയി സാറും ഞാൻ തമ്മിൽ വളരെ അടുത്തായിരുന്നു മാനസികമായിട്ട്. ഒന്ന് ഞാനൊരു സാധു മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം അടുത്തായിരിക്കില്ല, എൻ്റെ കഴിവൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ചെറിയ ചെറിയ തിരക്കഥകളൊക്കെ അദ്ദേഹത്തെ കാണിക്കാറുണ്ടാവും. ഞാൻ ലക്കിടിയിൽ അമരാവതിയിൽ സാറിൻ്റെ വീട്ടിൽ പോകും. ഞാനും സാറും മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പോൾ രാത്രി കാലങ്ങളിൽ അവിടുന്ന് പാചകമൊക്കെ ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ട് ആ ഒരു ഉമ്മറത്തിരിക്കും. പോയിട്ട് എന്തെങ്കിലും പോകുമ്പോൾ ആ ഉമ്മറത്തിരിക്കും. ഒരു 11 മണിക്ക് ഇരിക്കുന്നതാണ്. അദ്ദേഹം ചാരുകസേരയെ ചാരി കിടക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കാലെടുത്ത് എൻ്റെ മടിയിൽ വെച്ചിട്ട് ഞാൻ തിരുമ്മി കൊടുക്കുമായിരുന്നു. അപ്പൊ കെട്ടഴിച്ചു വിട്ട പട്ടം പോലെ അദ്ദേഹം ഇങ്ങനെ പറന്നു പോകുമായിരുന്നു. മനസ്സിങ്ങനെ വല്ലാതെ ഒരുപാട് പറന്നു പോകും. അങ്ങനെ വന്ന സമയത്ത് ഒരു ദിവസം ലോകി സാറിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ സിനിമ ഇനി കുറേ സിനിമകൾ റെഫർ ചെയ്യുന്ന സമയത്ത് സൗണ്ട് വീഡിയോ ഓഫ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ സൗണ്ട് മാത്രം കേൾക്കണമെന്ന് പറഞ്ഞു. ഇതിലൊരു നടൻ കിടപ്പെട്ട് അതിനെ പോളിഷ് ചെയ്യുക, അത്രമാത്രം മോഡുലേറ്റ് ചെയ്തൊരു നടനാണ് മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ സാറോട് സംസാരിക്കും, സാർ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ സാർ പറഞ്ഞു ഒരു കാര്യം നീ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മമ്മൂട്ടി സാറിൻ്റെ നമ്പർ ഇപ്പോഴും എൻ്റെ മൊബൈലിൽ കിടക്കുന്ന ലോഹി സാർ തന്നതാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തു, ഞാൻ സംസാരിച്ച് കുറേ കഴിഞ്ഞ സമയത്ത് ഞാനൊരു റംസാൻ അദ്ദേഹത്തെ വിളിച്ചു. റംസാനെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഒരു സക്കാത്ത് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എനിക്കതൊരു വല്ലാത്ത ആരാധനയായിരുന്നു, കാരണം അത്രമാത്രം ഒരു ടാലൻറ്റഡ് ഒരു ആക്ടർ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഒരു സീനിന് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചിരിച്ചു, ഫോൺ കട്ട് ചെയ്തു സ്വഭാവമായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ജോർജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, മറ്റേ ഷാജിൻ ഗൺ സാറിനെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. വിശ്വസിക്കുന്നു, നോക്കി ഷാജി സാറിനെ ഞാനിങ്ങനെ ആരാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവിടെ ചെന്ന് കുട്ടി സ്രാങ്കി വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് മമ്മൂട്ടി സാറ് കാസ്റ്റ് ചെയ്ത്. എനിക്ക് ആ ലൊക്കേഷൻ എല്ലാം ഞാനും സാർ ഇപ്പം ആ ഫസ്റ്റ് ആ ഒരു ഷോട്ട് തന്നെ മമ്മൂട്ടി സാറിൻ്റെ കൈ പിടിച്ചിട്ട് ഇഡാസ് റാങ്കെ എന്ന് വിളിക്കുന്നതാണ്. ഇഡാസ് റാങ്കെ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ബെറയ്ക്കും അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുമ്പോൾ ആ സമയത്ത്. അപ്പം എന്നോട് അദ്ദേഹം ബെറയ്ക്കുന്ന കണ്ട് പറഞ്ഞു, ക്യാമറയ്ക്ക് പത്മകുമാറിനെ മമ്മൂട്ടിയും അറിയില്ല എന്ന് പറഞ്ഞു, ആ ക്യാരക്ടേഴ്സിനെ മാത്രമേ അറിയൂ. നീ പാളിപ്പോയാൽ നിന്റെ കരിയറാണ് ക്യാമറയോട് നശിക്കുന്നു പറഞ്ഞു. നീ വിളിച്ച് കയ്യെ പിടിച്ചു. ഞങ്ങളുടെ തമ്മിലുള്ള ഷോട്ട്സ് എല്ലാം ഒറ്റ റീടേക്ക് പോകാനുള്ള ഷോട്ട്സ് ആയിരുന്നു, ഒറ്റ പ്രോംപ്റ്റിങ് പോലും ഇല്ലാതെ ആ സിനിമയുടെ മുഴുനീളം. ഡബ് ചെയ്യാനല്ല, എനിക്ക് സമയം കിട്ടിയില്ല, സമയമില്ല, വേറൊരാൾ കർണാടക സ്റ്റൈലിലാണ്. അപ്പോൾ അത്രമാത്രം അഭിനയിച്ചു. ഈ പടം തീർന്നു കഴിഞ്ഞിട്ട് എന്നെ അന്ന് ലാസ്റ്റ് മമ്മൂട്ടി സാർ ചോദിച്ചു, ബോഡി ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, സാർ കുഴപ്പമില്ല സാർ, ആവശ്യം വരും കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ജോർജേട്ടൻ വിളിച്ചിട്ട് ജോണി ആൻ്റണി പോയി കാണാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പട്ടണത്തിൽ പോകുന്ന ലൊക്കേഷൻ ആലുവ ചെന്നു. പക്ഷെ അദ്ദേഹം എന്നെ കാണാൻ സമ്മതിച്ചില്ല. ജോണി ആൻ്റണി രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം വരെ നിർത്തി. 10 മണി വൈകുന്നേരം മമ്മൂട്ടി സാർ വന്നപ്പോൾ കണ്ടില്ലേ പത്മകുമാർ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സാർ അദ്ദേഹം തിരക്കിലാണ്. ജോണി ഇതാണ് ഞാൻ പറഞ്ഞ പത്മകുമാർ. ആണോ, ശരി, നമുക്ക് ഇന്ന ഷൂട്ട് അവിടെ കാണും. പക്ഷെ പട്ടണത്തിൽ പോകുന്നതിൽ അദ്ദേഹം എന്നെ കാസ്റ്റ് ചെയ്തതാണ്. ആ സിനിമയാണ് മമ്മൂട്ടി സാർ എന്നെ കൂടെ അകത്തിക്കളഞ്ഞത്. കാരണം ഈ സിനിമയുടെ ഒരിടത്ത് പോലും എനിക്കൊരു ഡയലോഗ് തന്നില്ല. 35 ദിവസം ഞാൻ ലൊക്കേഷനിൽ പോയി വരുന്നു, വൈറ്റ് ഫോർട്ടിൽ താമസിച്ചു, ഒരു പൈസ പോലും എനിക്ക് തന്നില്ല.
മാത്രമല്ല ലൊക്കേഷനിൽ എന്നെ ഭയങ്കരമായിട്ട് പലരും ടോർച്ചർ ചെയ്തായിരുന്നു. എന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോയി സാറിനെ വിളിച്ചു, സാറേ ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഷൂട്ട് തീർന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ ഈ ഡയറക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? ഒരു ഡയലോഗ് പോലും അങ്ങ് എനിക്ക് തന്നില്ല. എനിക്ക് കുഴപ്പമില്ല അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ എന്നെ ഒരുപാട് പലരും ലൊക്കേഷനിൽ എന്നെ ഇൻസൾട്ട് ചെയ്യും. എന്താണ് സാർ കാര്യമെന്ന് ചോദിച്ചു. അത് നിങ്ങളെ എനിക്കിഷ്ടമല്ല, എൻ്റെ ക്യാരക്ടർ നിങ്ങളല്ലായിരുന്നു എന്ന് പറഞ്ഞു. ബോംബെ എന്നൊരു മോഡലായിരുന്നു, നിങ്ങളെപ്പോലുള്ള ഒരാളല്ല ആ തേജ എന്ന് പറയുന്ന ബൈക്ക് റേസർ. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. കാരണം ഒരു വലിയൊരു മസ്കുലറായിട്ടുള്ള ഒരാളായിരിക്കണം ആ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. എന്നെപ്പോലുള്ള ഒരാൾ ചെയ്താൽ ഞാനത് മിസ്കാസ്റ്റാണ്, അതെനിക്കും അറിയാം. അതിൻ്റെ ദേഷ്യമാണ് അദ്ദേഹം ആ ലൊക്കേഷൻ മുഴുവൻ കാണിച്ചത്. ശരിക്കും അത് മമ്മൂട്ടി സാറ് എന്നെയുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് സ്ട്രോങ് ആയിട്ട്. മമ്മൂട്ടി സാർ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഇതിന് തന്നെ മാറ്റാനും പറ്റിയില്ല. ഇതെന്നെ വല്ലാതെ മമ്മൂട്ടി സാറിനോട് അടുപ്പിച്ചൊരു സംഭവമാണ്.